പല നാട്ടിലും വിവിധ പേരുകൾ. ചിലർ കള്ളൻ രാജു എന്ന് വിളിക്കും, മറ്റു ചിലർക്ക് സൈക്കോ ഔസേപ്പ്. എന്നാൽ തിരുവനന്തപുരം കഠിനംകുളത്തെ ആതിരയ്ക്ക് അയാൾ അച്ചായനായിരുന്നു. ഇൻസ്റ്റഗ്രാമിൽ റീൽസുകളിലൂടെ സ്ത്രീകളെ പ്രണയക്കെണിയിൽ വീഴ്ത്തുന്ന ജോൺസനെ തിരിച്ചറിയാൻ അവൾക്ക് കഴിഞ്ഞില്ല. കൊല്ലപ്പെടുന്ന ആ ദിവസവും അവൾ അയാളുടെ സ്നേഹത്തെ വിശ്വസിച്ചു. അന്ന് ജോൺസൺ വീട്ടിലെത്തിയത് കാലന്റെ രൂപത്തിലാണെന്ന് അവൾ മനസ്സിലാക്കിയില്ല. ഭർത്താവും മകനും വീട്ടിൽ നിന്നും ഇറങ്ങിയ ശേഷം കാമുകനായി മെത്ത വിരിക്കുന്നു. ലൈംഗിക ബന്ധത്തിനിടെ അയാൾ കയ്യിൽ കരുതിയ കത്തിയെടുത്ത് കഴുത്തറക്കുന്നു. തിരുവനന്തപുരം കഠിനംകുളം കൊലപാതകത്തിൽ പ്രതിയുടെ മൊഴി ഞെട്ടിപ്പിക്കുന്നതാണ്. ആതിര ഒഴിവാക്കാൻ ശ്രമിക്കുന്നുവെന്ന തോന്നലാണ് കൊലപാതകത്തിന് കാരണമെന്നും മൊഴിയിലുണ്ട്. എന്റെ പൈസ ആരും കൊണ്ടുപോകില്ല. ക്ലവറാണെന്ന് സ്വയം ഇങ്ങനെ പറയാമല്ലോ സർ. ആഫ്റ്റർ ഓൾ സിഗരറ്റ് പാക്കറ്റിന്റെ പുറത്ത് ഇത് വലിക്കരുത്, അപകടമാണെന്ന് എഴുതി വെക്കും പോലെ എന്നെ പോലുള്ളവരെ തൊട്ട് കളിച്ചാൽ അതും അപകടമാണെന്ന് കൂടി എഴുതി വെക്കണ്ടേ സർ? സമൂഹ മാധ്യമങ്ങളിൽ ഏറെ സജീവം. യുവതികളെ പാട്ടിലാക്കാൻ നിത്യേനയെന്നോണം റീൽസുകൾ. നാട്ടുകാർ കള്ളൻ രാജു എന്നും തനിനിറമറിയാവുന്നവർ സൈക്കോ ഔസേപ്പ് എന്നും വിളിച്ചിരുന്ന ജോൺസന് സോഷ്യൽ മീഡിയയിൽ മറ്റൊരു പരിവേഷമായിരുന്നു. ആരാധന തോന്നി അയാളുമായി സൗഹൃദം സ്ഥാപിച്ച ആതിര എന്ന 30-കാരിയെ അതിക്രൂരമായി കൊന്നതോടെയാണ് ജോൺസന്റെ യഥാർത്ഥ സ്വഭാവം പുറംലോകമറിഞ്ഞത്. കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു കൊലപാതകം. ജോൺസൺ പോലീസിന് നൽകിയ പ്രാഥമിക മൊഴിയുടെ വിശദാംശങ്ങളാണ് പുറത്തു വന്നത്. കൃത്യം നടന്ന ചൊവ്വാഴ്ച രാവിലെ 6:30യോടെ പെരുമാതുറയിലെ ലോഡ്ജിൽ നിന്നിറങ്ങിയ പ്രതി ആതിരയുടെ വീടിന് സമീപത്തായി ചുറ്റിക്കറങ്ങി. ആതിരയുടെ കുട്ടി സ്കൂളിൽ പോയി എന്ന് ഉറപ്പാക്കിയ ശേഷം വീട്ടിലേക്ക്. യുവതിയുടെ കണ്ണുവെട്ടിച്ച് കിടപ്പുമുറിയിലെ മെത്തക്കടിയിൽ കത്തി ഒളിപ്പിച്ചു. ശേഷം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടെ കത്തിയെടുത്ത് കഴുത്തിൽ കുത്തിയിറക്കി. ആക്രമണം അപ്രതീക്ഷിതമായതിനാൽ നിലവിളിക്കാനോ പ്രതികരിക്കാനോ പോലും ആതിരയ്ക്ക് കഴിഞ്ഞില്ല. മരണം ഉറപ്പാക്കിയ ശേഷം രക്തം പുരണ്ട തന്റെ ഷർട്ട് ഉപേക്ഷിച്ച് ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ധരിച്ചാണ് പ്രതി രക്ഷപ്പെട്ടത്. പോലീസിന്റെ നേരത്തെയുള്ള വിലയിരുത്തൽ പോലെ സ്കൂട്ടറിൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയ പ്രതി ട്രെയിനിൽ കയറി നാടുവിട്ടു. 2 ദിവസം പലയിടങ്ങളിലായി കറങ്ങി. കോട്ടയം ചിങ്ങവനത്തുള്ള തന്നെ തിരിച്ചറിഞ്ഞു എന്നായതോടെ വസ്ത്രങ്ങളും എടുത്ത് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെയാണ് ജോൺസൺ കഴിഞ്ഞ ദിവസം പിടിയിലായത്. ആതിര തന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുവെന്ന് തോന്നിയതിനാൽ വകവരുത്തിയെന്നാണ് പ്രതിയുടെ കുറ്റസമ്മതം. പോലീസ് പിടിക്കുമെന്ന് ഉറപ്പായതോടെയാണ് പ്രതി വിഷം കഴിച്ചത്. നിലവിൽ ആശുപത്രിയിൽ കഴിയുന്ന ജോൺസൺ ഡോക്ടർമാരുടെ നിരീക്ഷണത്തിലാണ്. ഉള്ളിൽ ചെന്ന വിഷപദാർത്ഥങ്ങൾ കരളിന്റെ പ്രവർത്തനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ലഭിച്ച ശേഷം മാത്രമേ അറസ്റ്റ് രേഖപ്പെടുത്തൂവെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം.